നമുക്കേ ആ ഭാസ്കറിന്റെ കടയിലൊന്ന് കയറിയിട്ട് വരാം. നിങ്ങൾ നടന്നോ? നിങ്ങൾ നടന്നു. ഭാസ്കര, ഉത്സവത്തിനുള്ള പിരിവിനിറങ്ങിയതാ. വെളിച്ചപ്പാടെന്തിനാ പിരിക്കാൻ നടക്കുന്നത്? ഇപ്പൊ പിരിച്ചാലല്ലേ പിന്നെ വെളിച്ചപ്പെടാൻ പറ്റൂ. മുതലാളിയുടെ ബിസിനസിന്റെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാം നന്നായി വരും. ആരംഭിക്കുന്നതിന് മുമ്പ് ഭഗവതിക്ക് ഒരു പ്രാർത്ഥന തരണം. എല്ലാം ശുഭമായി ഭവിക്കും. ഞങ്ങൾ ഇവിടെ ഈ കാവിലെ കമ്മിറ്റിക്കാരാ. ഉത്സവ പിരിവിന് വേണ്ടി ഇറങ്ങിയതാ. നേരിട്ട് കണ്ട സ്ഥിതിക്ക് പവിത്രന്റെ വക സൗകര്യം പോലെ 500 1000 എല്ലാത്തിനും സമയം ഉണ്ടെന്റെ മാധവൻ നായരെ. ഉണ്ട്. നിങ്ങൾ ഇരിക്ക്. ആദ്യം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇടപാടുണ്ട്. എനിക്ക് ധൃതിയില്ല. ഇരിക്ക്. ഉള്ള ലോഹ സ്വർണം കയ്യിൽ വരാനും പോവാനും അതിനുകൊണ്ടൊരു സമയം. പണം ഇന്ന് തന്നെ വേണോ അതോ നാളെ കഴിഞ്ഞിട്ട് മതിയോ? അത് എത്ര വേഗം കിട്ടുന്നോ അത്രയും വേഗം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒന്ന് ടൗൺ വരെ പോകണം, വരണം. സ്വർണ്ണല്ലേ നമ്മുടെ കൈ കിടക്കുന്നത്. ഏതായാലും ഞാനും ഇതിന്റെ മാറ്റം നിറച്ചു നോക്കട്ടെ. ഇത് എത്ര പവനാണെന്നാ പറഞ്ഞത്? 10. ഭാര്യയുടെ അച്ഛന്റെ വകയാണല്ലേ. സ്ത്രീധനാവുമ്പോ ഇതൊക്കെയല്ലേ തരാൻ പറ്റൂ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യ, ഇതിനകത്ത് ചെമ്പ്. പത്ത് പവൻ പോയിട്ട് 1/4 പവൻ സ്വർണം ഇതിലില്ല. ഞാനെന്താ വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഗൾഫുകാരനാണെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ 10 പവന്റെ മാലയും കൊണ്ട് വന്നേക്കുന്നു. ഇതിനകത്ത് മുഴുവൻ സ്വർണം പൂശിയ ചെമ്പുമാല. എന്റെ ഭാഗ്യത്തിന് ഇവിടെ വെച്ച് മാറ്റി നോക്കാൻ തോന്നിയത്. ടൗണിലോ മറ്റോ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാനിപ്പോ അകത്തായേനെ. സംശയമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പരിശോധിച്ചോ. ഇപ്പോഴെങ്ങനെ തട്ടാൻ തട്ടിയോ? അന്ന് നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയില്ലേ? 10 പവൻ ഒരു പെണ്ണിന് കൊടുത്ത ഞാൻ ഒരു പൊട്ടനാണെന്ന് വരെ പറഞ്ഞില്ലേ? ഞാൻ കൊടുത്തതേ തനിച്ചെമ്പ്. ഞാൻ ജനിച്ചത് ഒറ്റ തന്തക്ക, തട്ടാൻ ഗോപാലന എന്റെ തന്ത. സംഗതി അറിഞ്ഞോ? തട്ടാൻ തട്ടി. അവൻ പണ്ട് സ്നേഹലത്തേക്ക് കൊടുത്ത മാലയില്ലേ, അത് ചെമ്പായിരുന്നു. അകത്ത് ചെമ്പും പുറത്ത് സ്വർണവും. അവനാരാ മോൻ? തല തിരിഞ്ഞാ തോന്നുന്നത്. തട്ടാൻ തട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു കളി ഉണ്ടാവും. അതാണ് കലാശക്കളി. നിന്റെ തന്ത ഞാനൊന്ന് പൊട്ടനാണെന്ന് വിചാരിച്ചോടി. ഇത് കണ്ടോ? നിന്റെ തന്ത വന്ന മാല. പണമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഈ നാറിയ പണിക്ക് നിൽക്കണോ? എന്താ ഇത് ചെമ്പാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ചെമ്പില് സ്വർണം പൂശി അതിന്റെ കൂടെ മോളയും കുട്ടിയും ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഇതാണ് നീ എപ്പ നോക്കിയാലും അച്ഛൻ തന്ന മാലയാണ്, അത് ഊരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നല്ലേ. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അന്ന് നിങ്ങളൊക്കെ കൂടി നാണം കെടുത്തി ഇറക്കി വിട്ടില്ലേ? ആ തട്ടാം ഭാസ്കരനെ ഇങ്ങനെ രക്ഷിച്ചത്. ഇത് വേറെ വല്ല സ്ഥലത്താ വിൽക്കാൻ കൊണ്ടുവരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലായനെ. എടുക്കണേ കുഞ്ഞിനെ. നിന്റെ തന്തയോട് 2 വാക്ക് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. കുഞ്ഞെടുക്കാൻ.
അല്ല നിങ്ങളെ പവിത്രന് പണിക്കണ മൂന്നല്ലാത്തന്നെ ആ വരവത്ര പന്തിയല്ലോ. പവിത്ര പവിത്ര നിക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ വരട്ടോ. പവിത്ര എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നാട്ടുകാരറിഞ്ഞ മോശമല്ലേ? ഇനി ആരാ അറിയാനുള്ളത്? എനിക്ക് പോലും മോശം തോന്നുന്നില്ല. ഇനി ഇതുപോലൊരു ചെറ്റത്തരം ഇവിടെ ഒരു കമ്പയും ചെയ്യരുത്. പിന്നെ നീ എങ്ങനെയെന്ന് പറയാൻ തുടങ്ങിയാൽ എങ്ങനെ? ഇവിടെ വെക്കാണ്. എന്ത് പണിയാണ് ഈ കാണിച്ചു വെച്ചേക്കണത്? ഒന്നുമില്ല, അന്ന് അവരെ നെഞ്ചിട്ട് കുത്തി, ഇന്ന് തിരിച്ചൊന്ന് കുത്തി, അത്രേ ഉള്ളൂ. ചതിപ്പണി ഈ നാട്ടിലുണ്ടാവരുത്. ഒരു ഇഞ്ചി വിട്ടു കൊടുക്കരുത്. അത് ശരിയായോ? എന്താ ശരിയില്ലാത്ത? പണിക്കരങ്ങനെ വലിയ ആളൊന്നും ആവണ്ട. ഞങ്ങളുണ്ട് ഭാസ്കരന്റെ കൂടെ. പറയുന്നത് എന്താ പറയാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിനെതിരാ. കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടിയായി. ഈ സമയത്ത് ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പിന്നെ ഏത് സമയത്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ? സംഗതി ശരിയാ, തട്ടി. ഒന്നുമില്ല. എന്താ എന്താ പവിത്ര? എന്താ എല്ലാവരും കൂടെ എന്താ ഈ മാല എത്ര പവനുണ്ടെന്ന് പറഞ്ഞത്? 10 അല്ലേ ഭാഗ്യരവി? അതെ, 10 പവൻ. അത് ശരി. അപ്പോൾ ഇത് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ? ചെമ്പില് സ്വർണം പൂശി 10 പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടുകൊണ്ട് കിടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ? ചെമ്പോ? അതെ, ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും കാണാൻ എന്തെങ്കിലും ദോഷം. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് മതി. ചെമ്പോ? ഇതെങ്ങനെ ചെമ്പാവുന്നേ? മോനെ പവിത്ര, നീ ഞാൻ പറയുന്നു കേട്ടെടുത്തോളൊക്കെ തന്നെ ധാരാള. നമുക്ക് അകത്ത് ഓ, നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ, ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ പവിത്ര. എനിക്കൊരു അബദ്ധം പറ്റിയത്. എന്റെ കാലും ആരും പിടിക്കണ്ട. എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കരനാ. അവന്റെ കാലിയൊന്ന് പിടി. തച്ചുപവന്റെ ഒരു മാല. മതി പറഞ്ഞത്. അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് മാല വന്നതേ നിങ്ങളെ രക്ഷിച്ച താത്താൻ തന്നെയാ. സ്നേഹലേ, 10 പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അത് എന്റെ കയ്യിൽ തന്നതേ വേറെ ആരുമല്ല. ചെന്ന് ചോദിക്കും.